കപ്പ കൊണ്ട് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. കപ്പ വേവിച്ചത്, കടല, ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, സവോള, കോഴിമുട്ട, അരിപ്പൊടി, മൈദ, കടലമാവ്. ഇനി കപ്പയും കടലയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള് ഗരം മസാല ഇടണം. അതേപോലെ ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ മുട്ട അതിൽ ചേർത്തിട്ട് ഒരു മുട്ട എടുക്കണം. ഒരു മുട്ട അടിച്ച് നമുക്കിത് അരച്ചെടുക്കാം. മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമ്മൾക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഉപ്പും ചേർക്കണേ. മുകളിൽ കിടക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. പച്ചമുളകൊക്കെ അരച്ച് ചേർത്തത് കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ പച്ചമുളക് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതാകുമ്പോൾ ഒന്നിച്ച് മിക്സ് ആയി കഴിഞ്ഞാൽ അറിയില്ലല്ലോ. ഇനി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൈദയും അരിപ്പൊടിയും കടലമാവും കൂടി ഇട്ട് ഒന്നിച്ച് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കപ്പയ്ക്ക് ഉപ്പുള്ളത് കാരണം ഞാൻ ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വരാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്തിട്ടാട്ടോ കുഴയ്ക്കുന്നത്. കാരണം കപ്പയുടെ വെള്ളം മാത്രം പോരാ. അപ്പോൾ ഇത് കപ്പ അരച്ചതിൻ്റെ നനവ് മാത്രം പോരാ. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ അപ്പക്കാരെ ഇഷ്ടം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ കുഴയ്ക്കുന്നത് കാണിക്കാഞ്ഞത് ഒരു കയ്യിൽ മൊബൈലും പിടിച്ച് ഒരു കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇത് കുഴയ്ക്കണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് വരെ ഇരിക്കട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കൈ ഒന്ന് നനച്ചിട്ട് ഇത് ചെറിയ ഉരുളയാക്കിയിട്ട് നടുക്കൊരു ഓട്ടയാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഇതായിട്ടുണ്ട്. കോരിയെടുക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ബാക്കിയെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കുറേ നാളായി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടേ.